Myself Shaija PB, Assistant Professor, Department of Chemistry. അഞ്ചാം സെമസ്റ്ററിൽ കെമിസ്ട്രി ഡിപ്പാർട്ട്മെൻറ്റ് ഓഫർ ചെയ്യുന്ന ഓപ്പൺ കോഴ്സ് എൻവയോൺമെൻറ്റൽ കെമിസ്ട്രിയാണ്. എൻവയോൺമെൻറ്റൽ കെമിസ്ട്രി എന്നുള്ളൊരു ടോപ്പിക്ക് നിങ്ങൾക്ക് ഏവർക്കും പരിചിതമാണ്. കാരണം നമ്മുടെ ലോവർ ക്ലാസ്സുകളിൽ എന്താണ് എൻവയോൺമെൻറ്റ്, വാട്ട് ആർ ദ ചേഞ്ചസ് ദാറ്റ് ഈസ് ടേക്കിംഗ് പ്ലേസ് ഇൻ ദ എൻവയോൺമെൻറ്റ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പൊല്യൂഷൻ. സോ നമ്മളത് ഡീറ്റെയിൽ ആയിട്ട് കാണുകയാണ്. എൻവയോൺമെൻറ്റൽ കെമിസ്ട്രിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതൊരു കെമിക്കൽ പ്രോസസ്സ് ദാറ്റ് ഈസ് ടേക്കിംഗ് പ്ലേസ് ഇൻ ദ എൻവയോൺമെൻറ്റ് ബൈ ഹ്യൂമൻ ആക്ടിവിറ്റീസ്. മനുഷ്യൻ്റെ പ്രവൃത്തികൾ കൊണ്ട് എന്തെല്ലാം പ്രശ്നങ്ങളാണോ അല്ലെങ്കിൽ എന്തെല്ലാം ടൈപ്പ് എഫക്റ്റാണോ എൻവയോൺമെൻറ്റിൽ ഉണ്ടാകുന്നത് അതിനെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. അതേപോലെ ഒരു മൾട്ടി ഡിസിപ്ലിനറി സയൻസാണ്. എന്ന് വെച്ചാൽ എല്ലാ സബ്ജക്റ്റിലുള്ള കുട്ടികൾക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റാണ് എൻവയോൺമെൻറ്റൽ കെമിസ്ട്രി എന്നുള്ളത്. അതുകൊണ്ട് നമ്മൾ അതിനെക്കുറിച്ചാണ് നമ്മൾ ഈ ഓരോ സ്ലൈഡുകളിലും പഠിക്കാൻ പോകുന്നത്. ഒബ്ജക്റ്റ് ഓഫ് ദ കോഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കോഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കുട്ടികളിലൊരു ബോധവൽക്കരണം ഉണ്ടാക്കുക. എന്തൊക്കെ ആക്ടിവിറ്റീസാണ് നമ്മുടെ എൻവയോൺമെൻറ്റിനെ പൊല്യൂട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ മലിനീകരണപ്പെടുത്തുന്നത്, ആൻഡ് വി നീഡ്സ് ടു ബി റെസ്ട്രെയിൻ, അല്ലെങ്കിൽ നമ്മൾ ആ ആക്ടിവിറ്റീസിൽ നിന്ന് നമ്മൾ പിന്മാറേണ്ടതാണ് in order to save അല്ലെങ്കിൽ in order to conserve and protect our environment for the coming generation. So that is the objective of the course and we should be careful about our activities. ഫസ്റ്റ് മൊഡ്യൂളിൽ നമ്മൾ ഡീൽ ചെയ്യുന്നത് എൻവയോൺമെൻറ്റൽ സെഗ്മെൻറ്റ്സ് ആണ്. എൻവയോൺമെൻറ്റൽ സെഗ്മെൻറ്റ്സ് 4 ടൈപ്പാണുള്ളത്: അറ്റ്മോസ്ഫിയർ, ഹൈഡ്രോസ്ഫിയർ, ലിത്തോസ്ഫിയർ ആൻഡ് ബയോസ്ഫിയർ. In the previous slide, we have seen the 4 types of environmental segments: atmosphere, hydrosphere, biosphere, lithosphere. ഇതിൽ അറ്റ്മോസ്ഫിയർ എന്ന് വെച്ചാൽ പ്രൊട്ടക്റ്റീവ് ബ്ലാങ്കറ്റ് ഓഫ് ഗ്യാസസ് ദാറ്റ് ഈസ് സറൗണ്ടിങ് ദി എർത്ത്. നൈട്രജൻ, ഓക്സിജൻ, കാർബൺ ഡയോക്സൈഡ്, അതർ ഇനേർട്ട് ഗ്യാസസ് ദാറ്റ് ഈസ് എൻവലപ്ഡ് ഇൻ ദി എർത്ത്. അതിൻ്റെ കോമ്പോസിഷനാണ് നമ്മൾ പഠിക്കുന്നത്. ഹൈഡ്രോസ്ഫിയർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇൻക്ലൂഡ്സ് ദ വാട്ടർ റിസോഴ്സസ് സച്ച് ആസ് ഓഷ്യൻ, റിവേഴ്സ്, ലേക്സ്, അങ്ങനെയുള്ള വാട്ടർ ബോഡീസിനെ കുറിച്ചുള്ള സ്റ്റഡിയാണ്. ഹൈഡ്രോ ബോഡീസിനെ കുറിച്ചാണ് നമ്മൾ ഹൈഡ്രോസ്ഫിയറിൽ കാണുന്നത്. ലിത്തോസ്ഫിയർ എന്ന് പറഞ്ഞാൽ ഔട്ടർ മാൻഡിൽ ഓഫ് സോളിഡ് ക്രസ്റ്റ്. ഇറ്റ് ഇൻക്ലൂഡ്സ് ദി റോക്സ്, മിനറൽസ്, സോയിൽ, അതുള്ള ഏരിയ പോർഷൻ ഓഫ് എർത്ത് സർഫസിനെയാണ് നമ്മൾ ലിത്തോസ്ഫിയർ എന്ന് പറയുക. ബയോസ്ഫിയർ ഈസ് ദ ഏരിയ വെർ ദി ആനിമൽസ് ആസ് വെൽ ആസ് ദ പ്ലാന്റ്സ് സർവൈവ്. We know different types of pollution: air pollution, water pollution, soil pollution, land pollution, and now in this slide we are dealing with the air pollution. Air pollution എന്ന് വെച്ചാൽ നമ്മുടെ എയർ മലിനീകരിക്കപ്പെടുന്നു ഡ്യൂ ടു നാച്ചുറൽ ആസ് വെൽ ആസ് ദി മാൻ മെയ്ഡ് ആക്ടിവിറ്റീസ്. നാച്ചുറൽ ഫിനോമിന വഴി, വോൾക്കാനിക് ഇറപ്ഷൻ വഴി നമുക്ക് സൾഫർ ഡയോക്സൈഡ് ഗ്യാസ് ഉണ്ടാകുന്നു. ദെൻ ഇൻകംപ്ലീറ്റ് കമ്പസ്റ്റൻ ഓഫ് കാർബൺ കണ്ടെയ്നിങ് ഫ്യൂവൽസ് ബേൺ ചെയ്തിട്ട് നമുക്ക് കാർബൺ ഡയോക്സൈഡും കാർബൺ മോണോക്സൈഡും നമ്മുടെ എയറിലേക്ക് വരുന്നു. അപ്പോൾ ഇതിൻ്റെ എല്ലാം പെർമിസിബിൾ ലെവലിനേക്കാളും ഒരളവ് കൂടുമ്പോഴാണ് ഇത് പൊല്യൂട്ടൻ്റായിട്ട് മാറുന്നത്. അതേപോലെ തന്നെ നമുക്ക് എയർ പൊല്യൂഷനിൽ വരുന്ന ടോപ്പിക്കുകളാണ് വാട്ട് ഈസ് മെൻ ബൈ ഓസോൺ ഹോൾ, ദെൻ ഗ്രീൻ ഹൗസ് എഫക്റ്റ്, ദെൻ നമുക്ക് ആസിഡ് റെയിൻ. അതെല്ലാം തന്നെ നമ്മുടെ എൻവയോൺമെൻറ്റൽ പൊല്യൂഷൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന ചേഞ്ചസ് ആണ്, അല്ലെങ്കിൽ ഡിറ്റോറിങ് ആയിട്ടുള്ള എഫക്റ്റുകളാണ് കാണുന്നത്. In the earlier slide we have seen the effect of air pollution, that is acid rain formation, ozone hole formation, then greenhouse effect. അതിൽ ആസിഡ് റെയിൻ ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ ഗ്യാസസ് ആയ കാർബൺ ഡയോക്സൈഡ്, സൾഫർ ഡയോക്സൈഡ്, നൈട്രജൻ ഡയോക്സൈഡ് എന്നിവയെല്ലാം നമ്മുടെ ബോട്ടിൽ ഡിസോൾവ് ചെയ്ത്, റെയിൻ ബോട്ടിൽ ഡിസോൾവ് ചെയ്ത് they reach the soil surface in the form of an acid. അതിൻ്റെ ഭാഗമായിട്ട് സോയിലിൻ്റെ pH ചേഞ്ച് ചെയ്യുന്നു. അക്വാട്ടിക് ബോഡീസിൻ്റെ, വാട്ടർ ബോഡീസിൻ്റെ pHും ചേഞ്ച് ചെയ്യുന്നു, ആസിഡിക് ആയിട്ട് മാറുന്നു. അതുകൊണ്ട് പ്ലാന്റ്സിന് വളരെ ഡിഫിക്കൽട്ടാണ് സോയിലിൽ വളരാൻ. അതേപോലെ അക്വാട്ടിക് ഓർഗാനിസം ഇറ്റ് ഫീൽസ് ഡിഫിക്കൽട്ട് ടു സർവൈവ്. ദെൻ ഓസോൺ ഹോൾ ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ ഓസോൺ ഈസ് എ പ്രൊട്ടക്റ്റീവ് ലെയർ ദാറ്റ് ഈസ് പ്രിവെൻറ്റിംഗ് ദി എർത്ത് സർഫസ് ഫ്രം ദ ഹാംഫുൾ എഫക്റ്റ് ഓഫ് UV റേസ്. അപ്പോൾ ഓസോണിൽ ഹോൾ ഉണ്ടാവുകയാണെങ്കിൽ UV റേസ് നമ്മുടെ എർത്ത് സർഫസിൽ പതിക്കുന്നതിൻ്റെ റേറ്റ് കൂടും. അതിൻ്റെ ഭാഗമായിട്ട് ഹെൽത്ത് പ്രോബ്ലംസ് ആയ സ്കിൻ ക്യാൻസർ പോലുള്ളവ ഉണ്ടാവുന്നു.
Greenhouse effect എന്ന് വെച്ചാൽ it is trapping the earth radiation and it is increasing the temperature of the earth, and the gases responsible for greenhouse effect is carbon dioxide. സോ കാർബൺ ഡയോക്സൈഡിൻ്റെ അളവ് കൂടുന്നതനുസരിച്ച് ഗ്ലോബൽ വാർമിംഗ് ഉണ്ടാകുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഫ്ലഡുകൾ അതേപോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാക്കുന്നു. നെക്സ്റ്റ് ഈസ് വാട്ടർ പൊല്യൂഷൻ. വാട്ടർ പൊല്യൂഷൻ എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എ ചേഞ്ച് ഇൻ ദ ഫിസിക്കൽ, കെമിക്കൽ ആൻഡ് ബയോളജിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് വാട്ടർ ഡ്യൂ ടു കണ്ടാമിനേഷൻ, ആൻഡ് ദാറ്റ് കണ്ടാമിനേഷൻ മേ ബി കോസ് ഡ്യൂ ടു ഹ്യൂമൻ ആക്ടിവിറ്റീസ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഹ്യൂമൻ ആക്ടിവിറ്റീസിൻ്റെ ഫലമായിട്ടാണ് നമ്മുടെ വാട്ടർ പൊല്യൂട്ട് ചെയ്യപ്പെടുന്നത്. ആൻഡ് വാട്ടർ പൊല്യൂഷൻ നമ്മൾ കാണുമ്പോൾ നമ്മൾ വാട്ടർ ക്വാളിറ്റി പാരാമീറ്റേഴ്സിനെ കുറിച്ച് പഠിക്കണം. ഹൗ വി കെ വെദർ ഇറ്റ് ഈസ് ഫിറ്റ് ഫോർ ദ ഡ്രിങ്കിങ് പർപ്പസിന് ഫിറ്റ് ആണോ എന്ന് അറിയാൻ വേണ്ടി നമ്മൾ വാട്ടർ ക്വാളിറ്റി പാരാമീറ്റേഴ്സ് നോക്കുന്നതാണ്. ഡിസോൾവ്ഡ് ഓക്സിജൻ കണ്ടൻറ്റ്, BOD, COD അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് വാട്ടറിൻ്റെ ക്വാളിറ്റീനെ മെഷർ ചെയ്യുന്ന പാരാമീറ്റേഴ്സാണ്. സോ ഇൻ ദിസ് ടോപ്പിക് വി ആർ ഓൾസോ സ്റ്റഡിങ് ദിസ് ഡിസോൾവ്ഡ് ഓക്സിജൻ, BOD, COD അതേപോലെയുള്ള വാട്ടർ ക്വാളിറ്റി പാരാമീറ്റേഴ്സ്. In the earlier slide we are seeing the air pollution and water pollution. In this slide we are dealing with the other types of pollution such as land pollution, marine pollution, thermal pollution, radioactive pollution. Land pollution is due to the dumping of waste into the barren land, so that will also cause serious health problems. Marine pollution, it is by the dumping of waste materials into oceans. Thermal pollution, it is due to the overheating of water bodies, that it is the industries, the hot water get discharged from the they put their pipes into the oceans, so hot water they come, it mix up with the oceans, and that will also cause the death of the aquatic organisms. Radioactive pollution, it is due to the radioactive materials, that is the ന്യൂക്ലിയർ റിയാക്ടറുകളിൽ നിന്നുണ്ടാകുന്ന റേഡിയോആക്റ്റീവ് വേസ്റ്റുകളെല്ലാം തന്നെ റേഡിയോആക്റ്റീവ് ആയിരിക്കും. ദാറ്റ് കോസ് റേഡിയേഷൻസ് ദാറ്റ് ഇൻ ടേൺ ലീഡ്സ് ടു സിവിയർ ഹെൽത്ത് പ്രോബ്ലംസ്. One of the main contributors of land pollution is plastic waste and its waste management. Plastic remains in soil for so many years without being degraded, so it may cause severe health problems. So it is necessary to adopt a method, plastic free zone, in order to preserve our nature. So plastic waste management, so many principles have introduced. The 3R: reduce, recycle and recovery. In this slide we are going through the major environmental hazards faced by the modern world: Minamata disease, Bhopal disaster, Seltzer disaster, Chernobyl incident. These are all due to the accidental discharge or accident leakage of certain gases, or by the discharge of effluents, chemical effluents into the water bodies. So that leads to the death of living organisms. That is why it is called as a disaster. First is the Minamata incident that occurred in Minamata Bay in Japan. It is due to the industrial discharge of mercury into the water bodies, and mercuric ion, it is highly toxic in nature, and that enters into the body of the fishes, which so by consuming the mercury contaminated fish by the people about 100 people lost their lives and thousands were paralyzed. Next is Bhopal disaster. It occurs in Hiroshima. It occurs in a Union Carbide factory that is manufacturing carbamide pesticides. During its manufacture, methyl isocyanate gas is leaked, and that caused the death of so many people. And it is why it is termed as the Bhopal gas tragedy, and it is considered as one of the environmental disaster that causes the death of so many lives. This is the methyl isocyanate plant that is manufacturing the carbamide pesticides. So during its manufacture, the methyl isocyanate gas got leaked, and it causes the death of many people. And the methyl isocyanate tank should be kept at a temperature 0 degrees Celsius, but the temperature was 15 to 20 degrees Celsius, so that caused the bursting of the tower.
Green chemistry is actually an emerging field of science in which is an environmental benign synthesis, that it causes the formation of product that produce least environmental hazards അല്ലെങ്കിൽ least pollution ഉണ്ടാകുന്ന പ്രോഡക്റ്റുകളാണ് അത് ഡിസൈൻ ചെയ്തെടുക്കുന്നത് അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ ഇറ്റ് എയിംസ് ടു പ്രൊട്ടക്ട് ദ എൻവയോൺമെൻറ്റ് നോട്ട് ബൈ ക്ലീനിങ് അപ്പ് ബട്ട് ബൈ ഇൻവെൻറ്റിംഗ് ന്യൂ കെമിക്കൽ പ്രോസസ് ദാറ്റ് ഡു നോട്ട് പൊല്യൂട്ട്. So it seeks to reduce the pollution at the source itself. So that is an emerging field of science. In this slide we are going through the environmental laws, that is the Environmental Protection Act, Air Act, Water Act, Wildlife Protection Act, Forest Conservation Act, then various types of protocols as well as the treaty or agreement that is enforced in order to preserve or protect our environment. So in this module we have to discuss in detail the different act as well as the protocols and the agreement or the treaty or agreement that is enforced in order to preserve and protect our environment. To conclude, Earth is not a hotel, it's our home. So it is our duty to cherish and protect our mother. So throughout the slides we have seen about the different types of pollution and what are the methods adopted to control the pollution and major environmental disaster and the environmental laws enforced in order to protect the environment. I hope you have understood the topic, and it's relatively a simple topic because it is a general topic for all the discipline. And നിങ്ങൾ സെക്കൻഡ് സെമസ്റ്റർ ഇംഗ്ലീഷിലെ എൻവയോൺമെൻറ്റൽ സ്റ്റഡീസ് എന്ന് പറഞ്ഞൊരു ടോപ്പിക്ക് പഠിക്കുന്നതാണ്. അതിനേക്കാളും കുറച്ചുകൂടെ ഇതിൽ കെമിസ്ട്രി അധികം ഒന്നും ഇൻവോൾവ് ചെയ്തിട്ടില്ല. ആൻഡ് താങ്ക് യു വെരി മച്ച്.